സ്വർണ്ണാഭരണത്തിന് പണിക്കൂലി എത്രയായി എന്നറിയണമെങ്കിൽ ആദ്യം നമുക്ക് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില അറിയണം, സ്വർണത്തിൻ്റെ തൂക്കം അറിയണം, ടോട്ടൽ വന്ന ബിൽ തുക അറിയണം. അപ്പോൾ ഉദാഹരണത്തിന് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില 6945, സ്വർണത്തിൻ്റെ തൂക്കം 32.16 ഗ്രാം, ടോട്ടൽ ബിൽ തുക 2,57,657. അപ്പോൾ ടോട്ടൽ ബില്ലിൻ്റെ തുക എത്രയാണ് നമുക്കറിയാം, 2,57,657. ഇത് ടോട്ടൽ ബിൽ തുകയാണ്. ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? സ്വർണത്തിൻ്റെ വില പ്ലസ് പണിക്കൂലി പ്ലസ് GST. നമ്മുടെ ഇന്ത്യയിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് 3% GST. അപ്പോൾ ആദ്യം ഈ തുക നമ്മൾ GST എത്രയാണെന്ന് വെച്ചാൽ അത് കുറക്കണം. എങ്കിലേ നമുക്ക് എത്ര സ്വർണ്ണാഭരണത്തിൻ്റെ വിലയും പ്ലസ് പണിക്കൂലി എത്ര ആയി എന്നറിയുള്ളൂ. അപ്പോൾ 3% കുറക്കേണ്ടത്. ഇതിൻ്റെ 3% അല്ല വരുന്നത്, സ്വർണ്ണാഭരണത്തിൻ്റെ വില പ്ലസ് പണിക്കൂലി അതിൻ്റെ 3% കുറക്കേണ്ടത്. അപ്പോൾ കാൽക്കുലേറ്റർ നമുക്ക് സിമ്പിളായി ചെയ്യാനുള്ളത് തന്നെ ഉള്ളൂ. ഈ 2,57,657 ഇൻറ്റു 100 ഹരിക്കണം 103. ഈ 100 ഇൻറ്റു 2,57,657 ഇൻറ്റു 100 ഹരിക്കണം 103 അടിച്ച് സമം അടിച്ചാൽ വരുന്ന തുകയാണ് GST കഴിച്ചുള്ള ബാക്കി തുക 2,50,152. അതായത് സ്വർണ്ണാഭരണത്തിൻ്റെ വില പ്ലസ് പണിക്കൂലി വന്നിട്ടുള്ളത് 2,50,152. അപ്പോൾ ഇനി നമുക്ക് സ്വർണത്തിൻ്റെ മാത്രം എത്ര വില ആയി, പണിക്കൂലി ഇല്ലാതെ എത്ര വില ആയി നമുക്ക് കണ്ടുപിടിക്കാം. അതിന് നമുക്ക് സ്വർണത്തിൻ്റെ തൂക്കം അറിയാം, 1 ഗ്രാമിൻ്റെ വിലയും അറിയാം. അപ്പോൾ 1 ഗ്രാമിൻ്റെ വില വരുന്നത് 6,945. പിന്നെ നമ്മൾ തൂക്കം എടുത്തേക്കുന്നത് 32 ഗ്രാമും 32.16 ഗ്രാമാണ്. 32 ഗ്രാമും 16 മില്ലി, 32.16 ഗ്രാം. അപ്പോൾ അത് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വർണത്തിന് മാത്രം എത്ര വില ആയി എന്നറിയാൻ കഴിയും. 2,23,351. ഈ പോയിൻ്റൊന്നും കാര്യമാക്കണില്ല കേട്ടോ. അപ്പോൾ അത് ഒന്നും സംശയിക്കേണ്ട പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് കാൽക്കുലേഷൻ അല്ലേ. അപ്പോൾ 2,23,351 നമ്മുടെ സ്വർണത്തിൻ്റെ വിലയായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ മുകളിൽ കിട്ടിയ 2,50,152 2,23,351 കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിക്കൂലി എത്ര വന്നിട്ടുള്ളത് അറിയാം. അതായത് 26,801 രൂപയാണ് നമുക്ക് പണിക്കൂലിയായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് എത്ര ശതമാനം ഇപ്പോൾ പണിക്കൂലി പറയാൻ അങ്ങനെയല്ലേ, 10%, 12%, 8% എന്നല്ല പണിക്കൂലി പറയൽ. അപ്പോൾ എത്ര ശതമാനമാണ് പണിക്കൂലി ആയിട്ടുള്ളത് അതും വേണമെങ്കിൽ കണക്കാക്കാം. അതിന് നമ്മൾ കാൽക്കുലേറ്ററിൽ അടിക്കുക 100 ഇൻറ്റു 26,801 ഹരിക്കണം 2,00,000. അതായത് സ്വർണത്തിൻ്റെ വില കേട്ടോ, 2,23,351. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുക 11.99. അതായത് 12% തന്നെ. ചെറിയ 0.99 വരുന്നത് ആ ഡെസിമൽ കൂട്ടാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് കാര്യമൊക്കെ ഉണ്ടായില്ല. നമുക്ക് വരുന്നത് 12% പണിക്കൂലിയാണ്. ഈ 11.99 റൗണ്ട് ചെയ്താൽ 12 ആവും. ഇനി കറക്റ്റ് നമ്മൾ ആ ഡെസിമലൊക്കെ കൂട്ടി ചെയ്യണം, കറക്റ്റ് 12 വരും. പക്ഷേ അത് കാര്യമൊക്കെ ഉണ്ടതില്ല. അപ്പോൾ നമുക്ക് പണിക്കൂലിൻ്റെ തുകയായിട്ട് വന്നിട്ടുള്ളത് 26,801. ഇനി ശതമാനത്തിൽ പറയുകയാണെങ്കിൽ 12% അല്ലെങ്കിൽ 11.9% പണിക്കൂലിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.